ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് ഞങ്ങൾ പാലട പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ വിഷുവാശംസകൾ നേരുവാണ്. അപ്പോൾ എല്ലാവരും അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കിയോ, പായസം വെച്ചോ? അപ്പോൾ എനിക്ക് വെച്ചാൽ പാലട പായസമാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലട മിക്സ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ചെയ്യാം. പിന്നെ വിഷു ആയതുകൊണ്ട് ഇന്ന് വെച്ചാൽ ലീവാണ്. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ അടുത്ത് നിന്നിട്ട് ഓരോ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട്. ആൾക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്, എന്നാലും വരും ഒട്ട വിളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് അടി പിടിക്കരുത്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കും. അപ്പോൾ എല്ലാവരും വിഷുവായിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയ വീട്ടിൽ എന്ത് പായസം ഉണ്ടാക്കിയത് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പാല് തിളച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മിക്സ് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പായസം അവിടെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂവും കിസ്മിസും വറുത്തിട്ട് ഇടണം. അപ്പോൾ അതിനിതാ ഞാൻ അത് വറുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം നമ്മുടെ പാലട പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടില്ല, പിന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ടാവും നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതേ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഞാൻ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടുന്നുണ്ട് അതിന്. പിന്നെ നമുക്കൊരു കാരമലൈസ് ചെയ്തതിന് ഒരു ടോഫീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കിട്ടും നമുക്ക്. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിക്കാൻ കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു, കണ്ട. അപ്പോൾ അതേ ഞാൻ അമ്മ ഐസൊക്കെ വെച്ച് തന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല, ഇത് ഫ്രഷ് മഞ്ഞൾ പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അപ്പോൾ അതാ ഞാൻ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൈ മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഞാനാണ് ഇവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടി നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ പായസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിഷുവായിട്ട് എല്ലാവരും പായസമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് പായസമാണ് വെച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.